മോർണിംഗ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഡേ 5 അല്ലെന്ന് അവസാനത്തേക്ക് എത്താറായില്ലേ. നമ്മളിന്ന് ടിബ്ലിസിയിൽ നിന്ന് റമദ ചെക്കൗട്ട് ചെയ്തു. ഗുദാവരിയാണ് ഏറ്റവും ഇവിടെ തണുപ്പുള്ള സ്ഥലം അല്ലേ? സ്റ്റേ അവിടെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഹോട്ടൽ വെക്കേറ്റ് ചെയ്തു. ഇനി ഇവിടുന്ന് ടിബ്ലിസിയിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഗുദാവരിയിലേക്കാണ്. ഗുദാവരിക്ക് ഇവിടുന്ന് ഒരു 3.5 hours ട്രാവലിംഗ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ കുറേ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഫ്രോസൺ ലേക്ക് പോവും. ഫ്രോസൺ ലേക്ക് ഇവിടുന്ന് നമുക്കൊരു 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഫ്രോസൺ ലേക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഡേഞ്ചറാണ്. അങ്ങനെ ഈ മുമ്പിൽ കാണുന്നതാണ് ലേക്ക്. ഇത് ശരിക്കും സമ്മർ ടൈമിൽ ഇത് ബോട്ടിംഗ് ഒക്കെ ഇവിടെ ചെയ്യാം. ഇപ്പോൾ വിൻ്ററിൽ ഇത് ജസ്റ്റ് ആൾക്കാരിങ്ങനെ ഫ്രോസായി കിടക്കുന്ന കാരണം വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ വന്നിങ്ങനെ കാണാം, ഫോട്ടോ എടുക്കാൻ പോവാം. നമ്മുടെ ഡ്രൈവർ പറഞ്ഞതിൽ ഇറങ്ങരുത് എന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പോൾ വെയിലുള്ള കാരണം ഐസ് മെൽറ്റാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില ഭാഗത്തൊക്കെ കുഴികളുണ്ടാവും. ഐസ് പൊട്ടിയിട്ട് നമ്മുടെ കാല് ഉള്ളിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി ശ്രദ്ധിച്ച് നമ്മളടുത്ത് ഇറങ്ങാൻ പറഞ്ഞു. പിന്നെ ഒന്നായിട്ട് 4-5 പേര് ഒന്നിച്ച് നിൽക്കേണ്ട, കുറച്ച് ദൂരത്തേക്ക് വിട്ട് മാറി നിന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കല്ലൊക്കെ എറിഞ്ഞ് നോക്കി, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഐസ് നല്ല ഫ്രോസായിട്ട് തന്നെ കിടക്കുന്നത്, മെൽട്ടായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലേക്ക് ഇറങ്ങാൻ പോവാണ്. ലഡാക്കിലൊക്കെ ഉണ്ട്, കശ്മീരിലൊക്കെ ഉണ്ട്. അപ്പോൾ ഡേഞ്ചറാണ്. ട്രൈ നോക്ക്. അവിടെ വരെ വരണം. അരി അപ്പോൾ നമ്മൾ പോവാണ്. ഫ്രോസൺ ലേക്ക് കഴിഞ്ഞു. മിസ്സാവുന്ന ഇന്നലെ പറഞ്ഞത് നമ്മൾ പിന്നെയും വേണം വേണ്ടി കൊടുക്കുന്നതാണ്. അതെ, ഇത് മിസ്സായിക്കാണെങ്കിൽ നമുക്ക് നഷ്ടം തന്നെ, പറ്റില്ല. നഷ്ടമാണ്. നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല ഈ മഞ്ഞും ഫ്രോസൺ ലേക്ക് എന്നൊക്കെ പറഞ്ഞ. അയ്യോ അടിപൊളി. കുറേ ഫോട്ടോസ് കിട്ടിയില്ലേ. ഇവിടെ സംഭവം ഒരു ഹായ്. നീ ഇവിടുത്തെ അവനവിടെ സെറ്റായി. എന്താ ഡാമാണോ അത്? നമ്മളടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഇത് ചെറിയൊരു ഡാമാണ്. നമ്മൾ ഗുദാവരി പോകുന്ന വഴിക്ക് തന്നെയാണിത്. ഇവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുള്ള വ്യൂ ആണ്. ഗൈസ്, ഈ ഡാമിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു വലിയൊരു ഊഞ്ഞാലുണ്ട്. ഐ ലവ് ജോർജിയ എന്നൊക്കെ ഒരു ബോർഡൊക്കെ എഴുതി, നല്ല പൂക്കളൊക്കെ ആക്കി നല്ല ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ഊഞ്ഞാലുണ്ട്. ഇതിൽ നമ്മൾ കയറി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. 15 ലാരിയാണ് ഇതിൻ്റെ ചാർജ്. പിന്നെ എപ്പോൾ ഊഞ്ഞാല് സ്പീഡ് പോരാൻ വേണ്ടി ഒറ്റക്കാടാണ് ഒരാള്. ഒരു പേടി പറഞ്ഞല്ല, എന്താ മറ്റേ ഇതിൽ പറഞ്ഞില്ലേ, പേടിക്കാനും വേണം അന്തന്ന്. അതില്ലാത്തോണ്ടാണ് ഇത്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ കാണാൻ പോകുന്നത് നമ്മളൊരു പഴയൊരു കോട്ടയാണ്, ഒരു ഫോർട്ടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട്. ഇത് ഫ്രീ എൻട്രി ആണ്. അതിൻ്റെ ഉള്ളിൽ ചേർച്ച് ഉണ്ട്.
അപ്പോൾ ഇതിൻ്റെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ അമർജിത്തിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ബ്രോ ഇതിൽ ഇതിൻ്റെ പേര് കോട്ട അണനൂരി ഫോർട്രസ്. ജോർജിയക്കാർ പല യുദ്ധങ്ങളും ചെയ്തത് ഈ ഇതിൽ നിന്നാണ്. ഇതിലൂടെ ഒരു ടണലുണ്ട്. ആ ടണലിലൂടെ താഴത്തേക്ക് ചെന്ന് വെള്ളത്തിലൂടെ വരുന്നത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടണൽ വരെ ഉണ്ടാക്കിയ ഒരു ഇതുണ്ട്. ടണൽ ഇത് ഡാമാണത്. ഡാം അപ്പുറത്താണുള്ളത്. നമ്മൾ നേരത്തെ കണ്ടത് സിംബാലിയൻ റിസർവോയർ, അതിന് തൊട്ടടുത്ത് അതാണ്. ആ റിസർവോയറിൽ നിൽക്കുന്ന ഡാം വെള്ളമാണ്. നമ്മൾ ഈ കോട്ടന്റെ എൻട്രൻസിലെത്തി. ഇരുമ്പിന്റെ ജസ്റ്റ് എൻട്രൻസ് എടുക്കാം. ക്യാമറ അലൗഡ് അല്ലാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് പോവാം. ഇതാണ് ഇവിടുന്ന് ഒരു കിടങ്ങാണ്. ഇതിനുള്ളിൽ കൂടെ കൂടെ പോവും. നമ്മളിപ്പോൾ കോട്ടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ഐസുകളൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ചിറങ്ങാണ്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഗോദാവരി പോണ വഴിയാണ്. ഒരു ഹൈവേ ആണ്. ഒരു ഹൈവേന്റെ സൈഡിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ് അല്ലേ? റിവർ വ്യൂ ഇന്ത്യൻ റെസ്റ്റോറന്റ്. അടിപൊളി ഹൈവേ ആണ്. ശരിക്കും ഇവിടെ ഇങ്ങനെ ബുള്ളറ്റിൽ വരണം അല്ലേ? ലഡാക്ക് ബൈക്കില്ല. ടിബ്ലിസി സിറ്റി പോയപ്പോ മാത്രം റയറായിട്ട് 1, 2, 3 സ്കൂട്ടി പോലത്തെ സാധനം. ഇലക്ട്രിക് ബൈക്ക്. അല്ലാണ്ട് സ്പോർട്സ് ബൈക്കോ ഹാർലി ബുള്ളറ്റ് ദുബായിലൊക്കെ ചൂടത്ത് പോലെ റോഡിൽ പോകില്ലേ? ഫുള്ള് കാറേ ഉള്ളൂ. എന്താണ് സംഭവം അല്ലേ? മഞ്ഞ് വീണിങ്ങനെ കിടക്കുക മലയില്. അപ്പൊ നമുക്ക് ഇനി എന്താ കിട്ടുക നോക്കാം. ഫുഡ് കഴിക്കാം. ഹായ്, നല്ല ഇന്ത്യൻ ഫ്ലേവർ. കേറുമ്പോഴേ നല്ല മസാലന്റെ മണം. എന്തല്ലത് ഇവിടെ? ഹായ്, कैसे हो? कहाँ से हो आप? पंजाब से हो? हाँ, तो आप कितने साल से हैं इधर? ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് ഇവിടെ ശരിക്കും ആൻറ്റി കുക്ക് ചെയ്ത് തരികയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ടൈം എടുക്കും. ഒരു ഹാഫ് ആൻ അവർ എടുക്കും ഫുഡ് റെഡി ആവാൻ. അപ്പോൾ നമ്മളിതിൻ്റെ തൊട്ട് സൈറ്റ് സീയിങ് ഉണ്ട് കുറച്ച്. നമ്മളത് കാണാൻ പോവാണ്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. അങ്ങോട്ട് പോവാണ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുകയാണ്. ഏറ്റവും നല്ല സ്പീഡിൽ ഓട്ടാൻ പറ്റിയ റോഡാണ് ഇതില്ലേ? സംഭവം റിവർ റാഫ്റ്റിംഗ് ഉണ്ട് അല്ലേ? റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. കുബിക്ക് ആളില്ലാതെ അൺസീസൺ അല്ല. നെക്സ്റ്റ് സൈഡിലുണ്ട്.
ബട്ട് നമ്മളതിൽ ഇപ്പൊ തന്നെ 2 ബോട്ടിങ് ഓൾറെഡി ഉണ്ട് നമുക്ക് കുത്തേസിയില്. അല്ല ഡേ ആഫ്റ്റർ ടുമോറോ, നാളെ നമ്മൾ ഗുദാരിയിലായിരിക്കും. ഫുള്ള് മഞ്ഞ്. അവിടെ എല്ലാവരും ഇങ്ങനെ അടിച്ചു പൊളിക്കാണ്. നല്ല ചളിയുണ്ട്. മലയിൽ ഉരുകി വരുന്ന വെള്ളമാണ്. അതെ, നല്ല തണുത്ത വെള്ളമായിരിക്കും. ചിലപ്പോൾ ഒരാൾ പെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ആ യെസ്, നല്ല തണുപ്പുണ്ടാവും. ഐസ് വാട്ടർ. തണുപ്പാണ് എന്നിട്ട് ആളെ പോയി തൊട്ട്. കറങ്ങിക്കണ്ട. ലഡാക്ക് കശ്മീരൊക്കെ ഇല്ലേ? ഇതാണ് ജോർജിയയിലെ കശ്മീർ. ലഡാക്ക് നമ്മളിപ്പോൾ എത്തും. ദേ ആ കാണുന്ന മലനിരകൾക്കുള്ളിൽ നമ്മുടെ ലഡാക്ക് നമ്മളെ കാത്തു നിൽക്കുന്നു. നമ്മുടെ കപ്പിൾസോടെ ഫോട്ടോഗ്രാഫിയിലാണ്. യെസ് യെസ്, ഫോട്ടോ ഏത് ആംഗിളിൽ എടുക്കാന്ന് പഠിക്കാന്ന് പറഞ്ഞ പഠിക്കാണ്. പോട്ടെ പോട്ടെ. നമ്മള് ഈ നിൽക്കുന്ന റോഡ്, ഹൈവേ നേരെ ബോർഡറിലേക്ക് പോകുന്നത്, റഷ്യയിലേക്ക് പോകുന്ന റോഡാണ്. ഗുദാവരി കഴിഞ്ഞാൽ ഈ മല കഴിഞ്ഞ ശരിക്കും അപ്പുറത്ത് റഷ്യയാണല്ലേ? അപ്പുറത്ത് റഷ്യ കൂടെ കറങ്ങിപ്പോയാലോ? എങ്ങനെയുണ്ട്? ഇവിടുന്ന് എല്ലാ ഗുഡ്സും എന്ന് വെച്ചാല് 5 മണിക്ക് ശേഷം ഇവിടെ ഫുള്ള് ട്രക്ക് കൊണ്ട് ലോഡാവും ഈ റോഡ്. പിന്നെ വെച്ചാല് ഇവിടുന്ന് എല്ലാ ജോർജിയ കവർ ചെയ്യുന്ന അസർബൈജാൻ, അർമേനിയ, തുർക്കി, അവിടുന്ന് എല്ലാ ഭാഗത്തുനിന്നും റഷ്യക്കാണെങ്കിലും റഷ്യയിൽ നിന്ന് അങ്ങോട്ടേക്കാണെങ്കിലും ഇമ്പോർട്ടിങ് എക്സ്പോർട്ട് ട്രക്ക് വഴിയാണെങ്കിൽ ഈ റോഡ് തന്നെ ക്രോസ് ചെയ്യണം. അതാണ് അതിൻ്റെ മെയിൻ. അതാണ് കുറെ ട്രക്കുകൾ പോകുന്നുണ്ട്. ട്രെയിനുകൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി വേഗം വിടുന്ന തന്നെ നമ്മളെ ഇതിൽ പെടാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ട്രാഫിക് ഉണ്ടാവില്ല. നമ്മൾ സ്റ്റേ അവിടെയാണല്ലോ, തിരിച്ചു വരണ്ടല്ലേ? ഭക്ഷണം കഴിക്കാൻ പോവാ. വിശന്നു. ഫുഡ് ആയിട്ടുണ്ടാവോ? ഫുഡ്, ഇന്ത്യൻ ഫുഡ് കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ ഇവിടെ. കുറച്ച് നേരം എത്ര വന്നോ? ചിക്കൻ കറിക്ക് 22 ലാരി. നമുക്ക് പിസ്സ ഒക്കെ ആ റേറ്റിന് കിട്ടിയില്ലേ? ഇവിടുത്തെ കുബൂസ് പോലെയാണ്. എന്താ വെച്ചാൽ ആകെ 10 ദിർഹം, 10 ലാരി, 15 ലാരിക്ക് കുബൂസ് ഇത് കിട്ടും. പോകുന്നത് ഗുദാവരിയിലാണ്. ഗുദാവരി പോകുമ്പം നമ്മുടെ ഫുഡ് വേറെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തും കഴിക്കാം. ഗുദാവരി പോകുന്ന വഴിക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ഫുഡ് കയറണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പണി കിട്ടിയാൽ പണി കിട്ടും. ഐസ് വരി കളിക്കേണ്ടൊക്കെയാണ്, എനർജി വേണം. പിന്നെ ഇവിടെ വെള്ളത്തിന് നല്ല റേറ്റ് ഉണ്ട് അല്ലേ? ട്രക്കുകൾ പോകും. കുതിരയെ എല്ലാ ബോർഡും കാണാം. അർമേനിയന്റെ ട്രക്ക് കാണാം, തുർക്കിഷ് ട്രക്ക് കാണാം, അസർബൈജാൻ ട്രക്ക് കാണാം, എല്ലാം കാണാം. എല്ലാം വരും. അങ്ങനെ അടിപൊളി ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ചു. നമ്മളിനി നേരെ ഗുദാവരിയിലേക്ക് ഈ ഹിൽസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ ഫുൾ ഹിൽസാണ്. ഐസും മഞ്ഞും മല തന്നെ ഒരു മണിക്കൂർ. എന്താ വെച്ചാൽ നമ്മൾ വൈകുന്നേരം ഓവർ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ട്രക്ക് റോഡാണ്, അപ്പോൾ ട്രാഫിക് കൂടും. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങുകയാണ്. ഇനി വേറെ സൈഡ് സീയിങ് ഒന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ ഇനി അവിടെ പോയി ഹോട്ടൽ റൂമിലേക്ക് പോകുന്നതായിരിക്കും.
നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടല് നമ്മൾ ഗുദാവരിയിലെത്തി. ഇവിടെ ഒരു രക്ഷയില്ല. സ്നോ പറഞ്ഞാൽ കട്ട സ്നോ ആണ്. ഇവിടെ സ്നോഫോളിൻ്റെ ചാൻസസ് ഉണ്ട്. ഹോട്ടൽ തണുപ്പ് നല്ലല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ തണുപ്പല്ലേ? ജോർജിയയില് ഹൈയസ്റ്റ് മൗണ്ടൻസ് ആണ് ഇതല്ലേ? റഷ്യയുടെ ബോർഡറിനോട് ചേർന്ന് എടുക്കണ്ടായിരുന്നു. നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല. റഷ്യയുടെ ഏറ്റവും കൂടുതൽ അടുത്തെടുക്കുന്ന സ്ഥലമാണല്ലോ. ഹോട്ടലിലെ ബാൽക്കണിയാണിത്. ബാൽക്കണി നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഗുദാവരി എത്തി. ഹോട്ടലിൽ റൂം ചെക്കിൻ ചെയ്തു. പിന്നെ നമ്മൾ നാളെയാണ് ഗുദാവരി കറങ്ങാൻ പോവുക. അത് നമ്മൾ ഡേ 6 and 7 ആണ്. അത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ.